മലയാളികളുടെ ഗാനഗന്ധർവനെ ഇപ്പോൾ അധികവും പ്രേക്ഷകർ കാണാറില്ല. അദ്ദേഹം ഏറെ സമയവും വിദേശത്ത് തന്നെയാണ്. അദ്ദേഹത്തിനെ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരെല്ലാവരും എത്തുമ്പോഴും അദ്ദേഹം ഇപ്പോൾ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ മകൻ്റെ വീട്ടിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വീടും വിറ്റു, മുറ്റത്തെ മാവും പോയി. ഇപ്പോൾ യേശുദാസിൻ്റെ വീടാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ നാട്ടിലുള്ളത്. വിജയാണെങ്കിൽ റെക്കോർഡിങ്ങും അഭിനയവും അതുപോലെ തന്നെ ബാൻഡ് പരിപാടിയുമായിട്ടുള്ള തിരക്കിലാണ്. അദ്ദേഹം വല്ലപ്പോഴും വിദേശത്ത് അച്ഛൻ്റെ അരികിലേക്ക് പോകും. അവർ ഈ നാട്ടിലേക്ക് വരുന്നത് ഒരിക്കലും ഉണ്ടാകില്ല. അങ്ങനെ വന്നാലും എന്തെങ്കിലും പരിപാടിക്ക് മാത്രമായിരിക്കും അവർ ഉണ്ടാവുക. സകലതും വിറ്റ് അമേരിക്കയിലേക്ക് പോകാനും മകൻ്റെ അരികിലേക്കുള്ള യാത്രയും യേശുദാസും ഭാര്യയും ഒരുമിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. നല്ല സമയത്ത് അവരോടൊപ്പം ചിലവഴിക്കണം, അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇനി നാട്ടിൽ കഴിഞ്ഞാൽ അത് മക്കൾക്കും ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാ സമയത്തും അവർ എനിക്ക് വയ്യാതാകുമ്പോൾ അടുക്കിലേക്ക് എത്താൻ ആകണമെന്നില്ല. അവർക്കും അത് വിഷമമാണ്. ആലോചിക്കുമ്പോൾ അത് എനിക്കും വിഷമമാണ്. ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് നോക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും അമേരിക്കയിൽ കഴിയുന്നത്. അവിടെ കഴിയുമ്പോൾ മകനോടൊപ്പം എപ്പോഴും കഴിയാൻ സാധിക്കും. വിജയ് ലൊക്കേഷനിലും അതുപോലെ ഷൂട്ടിംഗ് സെറ്റുകളിലും ലൊക്കേഷനിൽ സ്റ്റുഡിയോയിലൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറെ നേരം യേശുദാസിൻ്റെ അരികിൽ ഇരിക്കാനും സാധിക്കില്ല. വിജയെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി വിജയുടെ തിരക്കുകൾ മനസ്സിലാക്കിയും തന്നെയാണ് യേശുദാസും ഭാര്യയും ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മറ്റൊരു മകനോടൊപ്പം താമസിക്കുന്നതും. ഇവിടുത്തെ വീട് യേശുദാസിനെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കരിയറെല്ലാം അദ്ദേഹം തുടങ്ങിയത് ഇവിടെ നിന്ന് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും മലയാളത്തിൽ ഒരേ ഒരു ഗാനഗന്ധർവൻ മാത്രമേ ഉള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും അതിനിനി പകരം വയ്ക്കാൻ ആരും വരില്ല. അദ്ദേഹം ഇപ്പോൾ ഗാനാലാപനമൊന്നും അധികമില്ലെങ്കിലും പ്രേക്ഷകർക്ക് പഴയതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വരമാധുര്യം അങ്ങനെ എപ്പോഴും കേൾക്കാൻ സാധിക്കില്ലെങ്കിലും അത്രമാത്രം പാട്ടുകൾ ചെയ്തു തീർത്ത് തന്നിട്ടാണ് അദ്ദേഹം വിശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഗാനങ്ങളുണ്ട്, വിരലിലെണ്ണാൻ പോലും പറ്റാത്തത്ര ഗാനങ്ങൾ. അതിലുമായിട്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പൊരുത്തപ്പെട്ടിരിക്കുന്നത്. ഒക്ടോബർ 1 തീയതി ലോകത്ത് എവിടെയിരുന്നാലും അദ്ദേഹം തലസ്ഥാനത്തെത്തുകയും സൂര്യ ഫെസ്റ്റിവൽ ഉദ്ഘാടന വേദിയിൽ ശാസ്ത്രീയ സംഗീത കച്ചേരി അവതരിപ്പിക്കുകയും ചെയ്യും. ഇതൊന്നും മുടക്കാതെ ഗാനഗന്ധർവൻ അദ്ദേഹത്തിൻ്റെ ഒരു ചിട്ടയായി തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ്. ഇതൊന്നും മുടങ്ങിയിട്ടില്ല. എല്ലാം കൊറോണയുടെ തകിടം മറിയുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത്. അദ്ദേഹം അമേരിക്കയിൽ തളയ്ക്കപ്പെട്ടു പോയതുപോലെയാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ യേശുദാസ് തലസ്ഥാനത്ത് എത്തുമെന്നും സൂര്യ ഫെസ്റ്റിവൽ പാടുമെന്നൊക്കെ വാർത്ത വന്നിരുന്നു. പക്ഷേ അദ്ദേഹം വന്നിരുന്നില്ല. അതൊരു തീരാ നഷ്ടമായിരുന്നു എല്ലാവർക്കും. ഒരു കാലത്ത് സൂര്യ ഫെസ്റ്റിവലിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത് തന്നെ ഗാനഗന്ധർവൻ്റെ പാട്ട് ലൈവായി കേൾക്കാൻ വേണ്ടിയായിരുന്നു. അത് സാധിക്കാതെ വരുമ്പോൾ തന്നെ പലർക്കും നിരാശയാണ്. ആ നിരാശയുടെ പുറത്ത് തന്നെ പലരും അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.